السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. صدق الله مولانا العظيم. العلم حياة الإسلام وصدق رسوله الكريم. آفة الدين ثلاثة: فقيه فاجر وحاكم جائر ومجتهد جاهل. وصدق رسوله الكريم. ഇവിടെ പല മഹാന്മാരും പങ്കെടുത്തിട്ടുണ്ട്, സാദാത്തുക്കളും. അവരെല്ലാം പ്രധാനികൾക്കുള്ള ഏതാനും പേരുകളെല്ലാം ഇവിടെ മുൻ പ്രാസംഗികന്മാർ നിങ്ങൾ അറിയിക്കുകയുണ്ട്. ഇത് ഇനിയും സമയം കുറഞ്ഞ കാരണം കൊണ്ട് അവരെല്ലാവരുടെയും പേരുകൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൊത്തത്തിൽ ഇവിടെ പങ്കെടുത്ത സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, കാരണവന്മാരെ, മറ്റ് മഹൽ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ട് വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഫർള് ഐനായ ഇൽമുകളുണ്ട്. അത് ഏതൊരു മുസ്ലിമക്കും പഠിച്ചേ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മുടെ കാരണവന്മാർ മുൻകഴിഞ്ഞ ഉലമാക്കൾ മദ്രസ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതിൽ അവർക്ക് നിർബന്ധമുള്ള കാര്യങ്ങളെല്ലാം അവർ പഠിക്കാൻ സൗകര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അവർക്ക് പഠിക്കാൻ നിർബന്ധമാണ്. അത് ഫർള് ഐനായ ഇൽമാണ് അതിൽ മിക്കതും. നേരെ മറിച്ച് അതുകൊണ്ട് മതിയായിട്ടില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ദീനിന്റെ മറ്റൊരു ആവശ്യം. അതിലേക്ക് സൂചിപ്പിക്കുന്ന ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചു. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നത്, ലോകത്ത് എക്കാലത്തും മൂന്ന് വിഭാഗം ഉണ്ടാവും. ഒരു വിഭാഗം പഠിച്ച് ഉയർന്ന് വലിയ ഫത്വകളും ഖാളിസ്ഥാനങ്ങളും ദർസും നടത്തേണ്ട, അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. നല്ല ആലിമീങ്ങളാവണം, നല്ല മുഫ്തിമാരാവണം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇവിടെ ഉയർന്ന ആലിമീങ്ങളെ വാർത്തെടുക്കൽ മുസ്ലിം സമൂഹത്തിന്റെ കടമയാണ്. മറ്റൊന്ന്, നല്ല വാഴവും ഉപദേശം കേട്ട് നന്നായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗങ്ങളുണ്ടാവും. വലിയ കിതാബുകളൊക്കെ ഒതുക്കാണ്ട് ഫത്വ കൊടുക്കാനുള്ള ആ സൗകര്യമൊന്നും സാധിക്കില്ല. നല്ല വാഴവും ഉപദേശം കേട്ടിട്ട് നന്നായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം എക്കാലത്തുണ്ടാവും. ബഹുമാനപ്പെട്ട ദീനിന്റെ എതിരാളികളുണ്ടാവും. ചുരുങ്ങിയത് മൂന്നെണ്ണം. ഒന്ന്, ഉയർന്ന വിദ്യാഭ്യാസം കരസ്ഥമാക്കി വലിയ ആലിമീങ്ങളാകണം എന്നൊരു വിഭാഗം. മറ്റൊന്ന്, നല്ല വഴവും ഉപദേശം കേട്ടിട്ട് നന്നായി തീരണം എന്നാഗ്രഹിക്കുന്നവർ. മറ്റൊന്ന്, ദീനിന്റെ എതിരാളികൾ. ഈ മൂന്ന് വിഭാഗത്തെയും നേരിടാൻ പറ്റിയുള്ള ഒരു വിഭാഗത്തെ ഉണ്ടാക്കി തീർക്കേണ്ടത് മുസ്ലിം സമൂഹത്തിന്റെ ഫർള് കിഫയാണ് എന്ന് ബഹുമാനപ്പെട്ട ശരീഅത്ത് പറയുന്നു.
അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, നല്ല കായംപുറ്റ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ വഴിയിലേക്ക് നിങ്ങൾ ഒരു വിഭാഗത്തെ ക്ഷണിക്കണം. വലിയ ഉയർന്ന ആലിമീങ്ങളെ വാർത്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. വൽ മൗഇളത്തിൽ ഹസന, നല്ലതായ ഉപദേശം, അതുകൊണ്ട് ദീനിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾ തയ്യാറാക്കണം. അതാണ് രണ്ടാം വിഭാഗം, നല്ല വഴവും ഉപദേശമൊക്കെ കേട്ടിട്ട് നിന്നാണ്. മൂന്നാം വിഭാഗം ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല നിലക്ക് മുജാദല, ദീന്റെ എതിരാളികൾ പല തോന്നിയാസം പറയുമ്പോൾ അതിനൊക്കെ ശരിയായ രേഖാമൂലം മറുപടി പറയുന്ന ശരിയായ മുനാവറ നടത്താൻ പറ്റിയ ആളുകൾ. മുനാവറ അതാണ് വേണ്ടത്. മുജാദല വലിയ ഗുണമില്ല എന്ന് പറയും. അതാണ് അല്ലത്തി ഹിയ അഹ്സൻ, നല്ലതായ മുജാദല, അതായത് ശരിയായ മുനാവറ നടത്താൻ ത്രാണിയുള്ള ആളുകൾ ഇവിടെ വേണം. ഈ മൂന്ന് വിഭാഗത്തെയും ഉണ്ടാക്കേണ്ടത് അതാത് കാലത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ കടമയാണ്. എനിക്ക് ഫർള് കിഫയാണത്, ഇങ്ങനത്തെ ആളുകളെ വാർത്തെടുക്കൽ. അതിൽ ഈ സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരു വിഭാഗം ഇങ്ങനത്തെ ഉലമാക്കൾ വേണം. മറ്റൊരു വിഭാഗം ആ ഉലമാക്കളെയും മറ്റും സഹായിക്കാനുള്ള ഉമറാക്കൾ വേണം. അതിൽ ഉലമാവിനെ വാർത്തെടുക്കണം. താനുണ്ടാവില്ല. പ്രസവിച്ചിട്ട് വീഴുമ്പോൾ തന്നെ അയാളെ ആലിമായിട്ട് വീഴൂല. അയാളെ പഠിപ്പിച്ച് 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 ഉയർത്തണം. നേരെ മറിച്ച് ഉമറാക്കൾ, അത് അല്ലാഹു തആല ഉദ്ദേശിച്ച ചില ആളുകളെ ഓരോ നാട്ടിൽ ഉമറാക്കളാക്കി അല്ലാഹു വെക്കണം. എന്നല്ലാതെ ഉമറാ കോളേജിട്ടൊരു കോളേജില്ല, അത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഉമറാക്കളെ വാർക്കണ ഒരു കോളേജ് നമ്മൾ ഉണ്ടാക്കണത്, നമ്മൾ മുൻഗാമികൾ ഉണ്ടാക്കിയതൊക്കെ ഉലമാവിനെ വാർക്കണ കോളേജാണ്. ഈ രണ്ട് വിഭാഗം ഇവിടെ വേണം. അതിൽ ഒരു വിഭാഗത്തെ വാർത്തെടുക്കാൻ കൽപ്പിക്കപ്പെട്ടത് നമ്മളോടാണ്, അതാത് കാലത്തുള്ള ആളുകളോട്. അത് ഓലുണ്ടാക്കണം. വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തി നല്ല ത്രാണിയുള്ള പണ്ഡിതന്മാരെ വാർത്തോളം മുസ്ലിം സമൂഹം എന്ന് ആര് ഉമറാവിനുണ്ടാക്കുന്ന കാര്യം കഴിയില്ല. അങ്ങനെ ഒരു വിഭാഗത്തിന് അല്ലാഹു തആല ഉണ്ടാക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, ഒരു വിഭാഗം ആളുകളെ റബ്ബൊന്ന് പരീക്ഷിച്ചാൽ ഫഅക്റമഹു വനഅമഹു, ഓനെ മാന്യനാക്കി, ഓന് കുറെ നിഅമത്തും കാര്യമൊക്കെ കൊടുത്ത് ബിസിനസ്സിൽ ബർക്കത്തൊക്കെ കൊടുത്ത് അങ്ങനെ വനഅമഹു, അവനെ നിഅമത്തിലാക്കി. അങ്ങനത്തെ ഒരു വിഭാഗത്തെ നമ്മളൊന്ന് പരീക്ഷയ്ക്ക് വേണ്ടി അവർക്ക് ആ ഒത്താശ ചെയ്താൽ അക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ, ഒരു വിചാരിക്കും എന്റെ റബ്ബ് എന്നെ മാന്യനാക്കി, ഞാൻ ഭാഗ്യമുള്ളവനാണ്, ഞാൻ വിജയിച്ച ആളാണ് എന്ന് ഓൻ വിചാരിക്കും. പരിശുദ്ധ ഖുർആൻ വഅമ്മാ മബ്തലാഹു, മറ്റൊരു വിഭാഗത്തെ നമ്മളൊന്ന് പരീക്ഷിച്ചാൽ ഫഖദറ അലൈഹി റിസ്ഖഹു, റിസ്ഖ് വരെ കുടുസാക്കി. ഒരു ലിറ്റർ അരി കിട്ടാൻ വൈകുന്നേരം ആവുമ്പോഴത്തിനൊന്ന് വൈകില്ല. അങ്ങനെ ഒരു വിഭാഗത്തെ നമ്മളൊന്ന് പരീക്ഷിച്ചാൽ ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബിനെ നിസ്സാരപ്പെടുത്തി, ഞാൻ ഭാഗ്യം കുറഞ്ഞ ആളാണ്, എന്റെ തലോട്ടുള്ള വല്ല ശരിയില്ല, എന്റെ ചന്തിമര കാക്കാപ്പുള്ളി ഗുരുത്തം കിട്ടതാണ് എന്നൊക്കെ ആ സാധു പറയും. അപ്പൊ ഇങ്ങനെ രണ്ട് വിഭാഗത്തെ അവർ ഉണ്ടാക്കി. അതിൽ അക്രമൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്താണ് അഹമഹു, അവൻ നിഅമത്ത് കൊടുത്ത്. അങ്ങനത്തെ ആ വിഭാഗം അതാണ് ഉമറാക്കൾ എന്ന് പറയുന്നത്. നല്ല കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, അത് അള്ളാഹു കൊടുത്ത പരീക്ഷണത്തിന് വേണ്ടി എന്നല്ലാണ്ട് ഓരോടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഏട്ടൻ 5 കച്ചവടം ചെയ്തിട്ട് 5 പാപ്പറാകുന്നുണ്ട്, 5 മുതലാളിയാകുന്നുണ്ട്. ഏട്ടൻ മുതലാളിയാകുന്നുണ്ട്, നമ്മൾ ആരാ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിഅമത്തും കാര്യം ഉണ്ടാക്കാൻ അള്ളാഹു കൊടുത്തിട്ടുണ്ടാകാൻ കഴിയില്ല. അപ്പൊ ഒരു വിഭാഗത്തെ പരീക്ഷയ്ക്ക് വേണ്ടി അക്റമഹു വനഅമഹു, അവനെ നമ്മൾ മാന്യനാക്കി കുറെ നിഅമത്തൊക്കെ ചെയ്ത്
ഫയഖൂലു റബ്ബി അക്രമൻ, എന്റെ റബ്ബിനെ ബഹുമാനിച്ചു, ഞാൻ ഒരു നല്ല ആളെന്നെയാണ് എന്ന് അവൻ വിചാരിക്കും. ഖുർആൻ പറഞ്ഞു അല്ല, രണ്ടും ശരിയല്ല. ഇഞ്ഞാവ് തന്നെ പരീക്ഷ ഹാളാ. കുറെ ആളുകൾക്ക് പ്രാപ്തിയും കഴിവും ഞമ്മത്തൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു പരീക്ഷ നടക്കും. അത് വലിയ ഉത്തരവാദിത്തമുണ്ട്. ബഹുമാനപ്പെട്ട ദീനിനെ സഹായിക്കേണ്ട ചുമതലയ്ക്ക് വേണ്ടിയാണ് അതൊക്കെ ഒന്ന് കൊടുക്കുന്നത്. മറ്റേ വിഭാഗത്തിന് അതൊന്നും കൊടുത്തിട്ടില്ല. ഓൻ ആ പരീക്ഷയിൽ പെട്ടതാ. പരീക്ഷ വരെ ആദ്യം ഉണ്ടാവും. ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് ഓൻ പരീക്ഷിക്കുകയാണെങ്കിൽ അവൻ ക്ഷമിക്കുവോ, എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ ഓന് നിർദ്ദേശങ്ങളുണ്ട്. കഴിവും പ്രാപ്തിയും കൊടുക്കുന്നവന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അതൊക്കെ ഓൻ പാലിക്കുമോ ഇല്ലേ എന്ന് പരിശോധിക്കാണത് എന്ന് ഖുർആൻ പറഞ്ഞു. ഈ ദുനിയാവ് തന്നെ പരീക്ഷ ആളാണ്. അപ്പൊ ഇങ്ങനെ കഴിവും പ്രാപ്തിയുള്ള ചില ആളുകളെ അള്ളാഹ് ഉണ്ടാക്കും. എന്തിന്? ബഹുമാനപ്പെട്ട ദീനിനെ സഹായിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കഴിവും പ്രാപ്തിയും ഒക്കെ നൽകപ്പെട്ട ആളുകൾക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്. ബഹുമാനപ്പെട്ട ദീനിനെ സഹായിച്ചോണം. അപ്പൊ ഇങ്ങനത്തെ സന്ദർഭത്തിൽ ആലിമീങ്ങളെ വാർത്തെടുക്കാൻ ആ ആളുകൾക്ക് പ്രത്യേകം കടമുണ്ട്. അവരൊപ്പം നിന്ന് അതിന്റെ ചോടുള്ള ആളുകൾക്കും അവരെ കൂടെ നിന്ന് അതിന് സഹായിച്ച് ഈ ദൗത്യം നിറവേറ്റേണ്ട കടമ അവർക്കാണ്. അപ്പൊ രണ്ട് വിഭാഗം ആലിമീങ്ങൾ അത് ഉണ്ടാക്കി തീർക്കണം. മറ്റേ വിഭാഗം ഉമറാക്കൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ അതാണ് ഉമറ കോളേജ് കേൾക്കാത്തത്. ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു കോളേജെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് സാധിക്കില്ല. അപ്പൊ അത് നമുക്ക് വിടാം. നിങ്ങൾക്ക് അവ ഏത് നിയമത്ത് ഇതിനു വേണ്ടി ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പ്രവർത്തനം കൊണ്ടും മറ്റും കൂട്ടായ പ്രവർത്തനം കൊണ്ടും ഇങ്ങനത്തെ ആലിമീങ്ങളെ വാർത്തെടുക്കണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് 10-12 കൊല്ലത്തെ പഠനം, അത് ഇംഗ്ലീഷായിട്ടും ഉറുദുവായിട്ടും വേണ്ടതൊക്കെ പഠിപ്പിച്ച് പഴയ കാലത്തെ മാതിരിയല്ല അപ്പം ഇങ്ങനത്തെ എല്ലാ അറിവും കരസ്ഥമാക്കിയ ഒരു എഞ്ചിനീയറിനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കരസ്ഥമാക്കിയ ഒരു ആലിമിന്, പല ഭാഷകളും പഠിച്ച ഒരു ആലിമിന് അത് വാർത്തെടുക്കലാണ്. കാരണം പുണ്യനബിന്റെ ദീൻ ലോകത്തെല്ലാവർക്കും ഉള്ളത് ആണ്, മക്കക്കാർക്ക് മാത്രമല്ല. മക്കത്തും വേണ്ടി ചുറ്റുഭാഗത്തുള്ളവർക്കല്ല ഇൻകാർ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പൊ അവിടെയൊക്കെ പല ഭാഷക്കാരാണ്. അപ്പൊ ഭാഷകൾ പഠിച്ച ആലിമീങ്ങൾ വേണം. അന്നലക്ക് ഒരു വിഭാഗത്തിനെ വാർത്തെടുക്കൽ ഫർള് കിഫയായതുകൊണ്ടാണ് ഇങ്ങനെ ദാറുൽ ഹുദ പോലത്തെ സ്ഥാപനങ്ങൾ അതിന്റെ മുൻപിൽ പ്രവർത്തിക്കാൻ കാരണം. അത് ഫലവത്താവൂല്ലേ എന്ന് പരീക്ഷണത്തിന് വേണ്ടി അങ്ങനെ ദാറുൽ ഹുദയിൽ എമ്മാട് വെച്ച് തുടങ്ങി. അത് വളരെ ഫലവത്താണെന്നാണ് മനസ്സിലായത്. വലിയ വലിയ ഇംഗ്ലീഷിലൊക്കെ പ്രസംഗിക്കുന്ന ഇവിടുന്ന് പാസ്സായ കുട്ടികളുണ്ട്. നല്ല നല്ല ഇംഗ്ലീഷുകാരും യൂറോപ്യന്മാരും ഒക്കെ കൂടിയിട്ട് അവരൊക്കെ മുഖത്ത് കയ്യും വെക്കുന്ന ജാതി പ്രാസംഗികന്മാരുണ്ട്. അപ്പൊ അതൊക്കെ പോകുന്നില്ല. അപ്പൊ അങ്ങനത്തെ പണ്ഡിതന്മാരെ, അങ്ങനത്തെ എഞ്ചിനീയറിനെ ഉദ്ദേശിക്കല്ല ഇവിടെ ചെയ്യണത്. അതൊക്കെ പഠിച്ച ആലിമ് അത് വാർത്തെടുക്കൽ മുസ്ലിം സമൂഹത്തിന് കടമയാണ്. ഇവിടെ പങ്കെടുത്ത് നിങ്ങളൊക്കെ പാടാകും മനസ്സ് വെക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഈ സ്ഥാപനം നടത്താൻ കഴിയും. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ഈ കിതാബിന്റെ മുസന്നിഫ് അല്ലാമ ഇമാം നവവി തങ്ങൾ, ബഹുമാനപ്പെട്ടവര് വലിയ ആലിമും വലിയ ആഖിലും, ഈ കിതാബ് ഇവിടെ ചൊല്ലിക്കൊടുക്കാൻ തന്നെ കാരണം ബഹുമാനപ്പെട്ട മത്നു അർബഈൻ എന്ന മൂപ്പര കിതാബ് അതാണ് ഇവിടെ തുടങ്ങുന്നത്. ദാറുൽ ഹുദന്റെ എല്ലാ സ്ഥാപനങ്ങളിൽ തുടങ്ങൽ അങ്ങനെയാണ്. വലിയ മുബാറക്കായ കിതാബാണ്. പുണ്യനബിന്റെ 40 ഹദീസ് ക്രോഡീകരിക്കപ്പെട്ട കിതാബാണ് മത്നു അർബഈൻ. വലിയ മുബാറക്കാണ്. മഹാനവറുകൾ ഒരുപാട് കിതാബ് ഉണ്ടാക്കിയിട്ട് വലിയ വലിയ കിതാബ്, ശറഹ് മുസ്ലിം, റൗള, മിൻഹാജ്, അദ്കാർ, ഈവാഹ്, ഇർഷാദ്, ശറഹുൽ മുഹദ്ദബ്, ഇങ്ങനത്തെ വലിയ 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 കിതാബുകൾ രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ. മൂപ്പർക്കുള്ളൊരു മുബാറക്കായ കിതാബാണ് ഫത്ഹുൽ അർബഈൻ. ആ ഹദീസ് മുഴുവൻ മനപ്പാടാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ വലിയ വിജയത്തിന്റെ അടിത്തറ അവൻ തയ്യാറാക്കി എന്നതാണ് മഹാന്മാർ പറയുന്നത്. അതാണ് ഇതുകൊണ്ട് തുടങ്ങാൻ കാരണം. ബഹുമാനപ്പെട്ടവര്
45 വയസ്സ് ആകെ ഉള്ളൂ, പെണ്ണൊന്നും കിട്ടിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ആലിമാണ്, ഒരു കറാമത്ത് കാട്ടിയ. ഞാൻ നാളെ മൊത്തം പറഞ്ഞ് നീട്ടാൻ ആഗ്രഹിക്കണില്ല. ഞാൻ ഹജ്ജിന് പോയ കാലത്ത് 73 അപ്പൊ ഈ ദമസ്കസ് നവ പോലത്തെ നബവി എന്ന് പറഞ്ഞാൽ ദമിഷ്കിലുള്ളൊരു രാജ്യമാണത്. അവിടെയുള്ള ചില ആളുകൾ അവിടെ മക്കത്ത് കണ്ടുമുട്ടി ഒരു സംസാരിച്ച ഞങ്ങളിങ്ങനെ ദമിഷ്കാരാണ്, ഹജ്ജിനൊന്നാണ്. അപ്പൊ സാധാരണ പറയാറുണ്ടല്ലോ, ഞാൻ ചോദിച്ചു, ഇമാം നബവി തങ്ങൾക്കുള്ള മഖ്ബറയിൽ ഖബറിന്റെ മുകളിൽ ഒരു എരഞ്ഞി മരമുണ്ട്. ആ എരഞ്ഞി മരത്തിൽ നിന്ന് ചില സമയത്ത് ഒരു പ്രത്യേകം ഇല ഇറങ്ങും. ആ ഇലമ്മലുണ്ടാവും അൽ ജന്ന, അച്ചിൽ തന്നെ പ്രകൃതിയിൽ തന്നെ നന്നായിട്ടുള്ള ലിപി കൊണ്ട് അൽ ജന്ന എന്ന ഒരു ചില ഇലകൾ വീഴും ചിലപ്പം. അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആ ഇല കിട്ടിയാൽ ബിസിനസ്സുകാരും കച്ചവടക്കാരും ഖജാനൊക്കെ പോലും ആ ഇല എടുത്തുകൊണ്ട് ഖജാനയെ കൊണ്ടുപോകും. അതിന് വമ്പിച്ച തിരക്കാണ്. വലിയ വലിയ അമീറന്മാരും വലിയ വലിയ ധനാഢ്യന്മാരും അങ്ങനെ കാറോട് കാറ് ജലത്തിന്റെ തിരക്കാണ്. മഹാനായി ഇമാം നബവി തങ്ങൾക്കുള്ള ഖബറെടുത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇയാള് പ്രത്യേകം തന്നെ വന്നു, ശരിയാണത്. അത് ചില ദിവസമാണ് വികല്. ഞാൻ പോയെന്നത് കൊണ്ടില്ല, ഇയാള് പറയാം. പിന്നെ വേറൊരാളും കുറിച്ച് അയാളും കുറിച്ച് ഒന്നും അറിയാം. ഇപ്പം പോയെന്നുണ്ട് പറഞ്ഞാണ്ട് അയാൾ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പാറിങ്ങനെ പോകും. അൽ ജന്ന എന്നുള്ളതാണ് ഇതിൽ. അത് കിട്ടിയ വലിയ കിട്ടലാണ്, വലിയ ബർക്കത്താണ്. ഖജനാവിലും വീടിന്റെ പെട്ടിയിലൊക്കെ വെക്കാൻ ഇത്ര വലിയ അത്ഭുത സാധനമില്ല എന്ന ജനങ്ങൾക്കുള്ള ഒപ്പ്. അപ്പൊ അത് പിടിക്കാനും കിട്ടാനും വാരാനും അത് ഇറങ്ങുന്ന സമയത്ത് ആർക്കാണ് അത് കിട്ടിയവനെ കൊണ്ടുപോകാം. അത് ശരിയാണ്. ഞാൻ പോയെന്ന് ഞാനേ കണ്ടിട്ടില്ല, അന്ന് വീണിട്ടില്ല. ഇയാള് ഇപ്പൊ പോയെന്ന് വീണുകിടുന്നോ എന്നോട് പറഞ്ഞു. അതപ്പൊ ഊശി കടത്തി ഞാൻ പറയണത്. അത്ര വലിയ കറാമത്തുള്ള മഹാനാണ് ഇമാം നബവി തങ്ങൾ. 45 വയസ്സുള്ള മൂപ്പരെ പേരിൽ പറയപ്പെടും അബീ സക്കരിയ യഹ്യ ഇബ്നു ശറഫുദ്ദീൻ. അപ്പൊ അബൂ സക്കരിയ എന്ന് പറഞ്ഞ കുഞ്ഞത്തറിഞ്ഞത് പറഞ്ഞത് പെണ്ണിട്ടിട്ടില്ല, താനും മക്കളൊട്ടില്ല. പിന്നെ അങ്ങനെ ഈ അബൂ സക്കരിയ എന്ന് പറഞ്ഞു എന്ന ചോദ്യത്തിന് ഈ യഹ്യ എന്ന പേര് വന്നാൽ സക്കരിയ നബിയിലേക്ക് ചേർത്തുകൊണ്ടൊരു കുഞ്ഞത്തുണ്ടാക്കൽ അറബികൾ പതിവാണ്. അന്നലക്കാണ് അബൂ സക്കരിയ എന്ന് പറഞ്ഞു. എന്നാലും ഒരു പെണ്ണിട്ടി കുട്ടിണ്ടായിരുന്നൊന്നുമല്ല എന്നാ മഹാന്മാരായി പറഞ്ഞു. അങ്ങനെ അറബികൾക്ക് ചില സ്വഭാവമുണ്ട്. ഈ യഹ്യ എന്ന് പേരുള്ള ആളാണെങ്കിൽ അയാൾക്ക് അബൂ സക്കരിയ എന്ന് കുഞ്ഞത്ത് വെക്കും. അങ്ങനെയാണ് ഇമാം നബവി തങ്ങൾക്ക് അബൂ സക്കരിയ എന്ന് പറയുന്നത്. മഹാനവറുകൾക്കുള്ള മുത്തനർബഈനാണ് ഇന്നിവിടെ തുടങ്ങി കൊടുത്തു. അങ്ങനെ തന്നെ ഇതിന്റെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തുടങ്ങലും ഇത് മുബാറക്കായിരിക്കും. വത്തഫഖു അലാ അന്നഹു മിനൽ ഔത്താദ്, ഔത്താദീങ്ങൾപ്പെട്ട ഒലിയാണ് എന്ന് ലോകത്ത് സകലാളും അംഗീകരിച്ചിട്ടുണ്ട്. ഔലിയാക്കം പല മക്കാമുണ്ട്. സബ് ഇൻസ്പെക്ടർ, സർക്കിള്, IG, ഇങ്ങനെ പല മക്കാമുള്ള മാതിരി ഔലിയാക്കൻ വരെ മക്കാമാണ്. വത്തഫഖു അലാ അന്നഹു മിനൽ ഔത്താദ്, ഔത്താദീങ്ങൾപ്പെട്ട ഒലിയാണ് ഇമാം നബവി തങ്ങൾ എന്ന് എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖീല തഖത്തബ ഖബല മൗതിഹി, മരണത്തിന്റെ മുമ്പ് കുത്തുബായി കൊണ്ടാണ് മരണപ്പെട്ടത് എന്ന് ഒരു വിഭാഗം ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ റഫീലൊക്കെ ഈ അഭിപ്രായം പറയുന്നത്. അത്ര വലിയ മഹൽ വ്യക്തിയാണ് ഇമാം നബവി. ഒരാളെ മദഹ് പറയൽ വലിയ ഇബാദത്താണല്ലോ. ദിക്റുൽ അംബിയ ഇബാദ വ ദിക്റു സ്വാലിഹീന ഗഫാറ. സ്വാലിഹീങ്ങളെ പേരെടുത്ത് പറഞ്ഞ് അവരെ മദഹ് പറയൽ പാപങ്ങളെ പൊറുപ്പിക്കാൻ പറ്റിയതാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബഹുമാനപ്പെട്ടവരെ കിതാബാണ് നമ്മളിവിടെ തുടങ്ങി വെച്ചത്. ഇവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും അല്ലാഹു തആല
സ്വർഗത്തിന്റെ ആളുകൾ ആക്കി തീർക്കട്ടെ. മഹാനവരുടെ ഒപ്പം സ്വർഗത്ത് കിടത്താൻ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഉപരാഷ്ട്രജാതി വർഗത്തുണ്ടല്ലേ ഈ സ്ഥാപനം വളരെ വളരെ വളരെയധികം അല്ലാഹു തആല ഉയർത്തിത്തരട്ടെ. ഒക്കെപ്പാടെ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ ഈ സ്ഥാപനം ഉണ്ടാവും. ഇങ്ങനത്തെ സ്ഥാപനം ഉണ്ടാക്കിയുള്ള ഇതിന്റെ ഗുണം മഹാന്മാർ പറയുന്നത്, കൊടുത്ത സംഖ്യ ഏത് മേഖലയിലാണ് സദക്ക ചെയ്തത് ആ മേഖലക്കനുസരിച്ച് അതിന് കൂലി. എല്ലാ സദക്കക്കും ഒരേ കൂലിയല്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അതിന് ഉദാഹരണമായിട്ട് അല്ലാമ സുയൂത്തി തങ്ങൾ തന്റെ അൽ ഹുമാസി എന്ന കിതാബിൽ പറയുന്നത്, ഒരാൾ ഒരു റുപ്യാണ് കൊടുത്ത് ഒരു മിസ്കീന്, അധ്വാനിക്കാൻ കഴിയുന്ന ഒരു മിസ്കീൻ, നല്ല ആരോഗ്യമുള്ളതാണ്, ആള് മിസ്കീനാണ്, ഒരു റുപ്യാണ് കൊടുത്തു. ഒരു ദൃഹം എന്നായി പറഞ്ഞത്, നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി ഒരു റുപ്യാന്ന് ഞാൻ പറയാമെന്ന് മാത്രമല്ല, ഒരു ദൃഹമാണ് കൊടുത്താൽ 10 അതിന്റെ കൂലി ചെയ്തു അള്ള സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു ഉറുപ്പിക തന്നെ അധ്വാനിക്കാൻ കഴിയാത്തൊരു സാധുവിനോട് കൊടുത്ത്. അതിന് ഉദാഹരണം അവിടെ പറഞ്ഞ അഴ്മാവീൻ, കുരുടൻ, വാദം പിടിച്ച് സൈഡ് കുഴഞ്ഞോൻ, ആരോപില്ല, ഓനാണ് ഒരു ഉറുപ്പിയാണ് കൊടുത്തത് എങ്കിൽ 90 അതിന്റെ കൂലി ചെയ്തത്, മറ്റോനെ 10 കൊടുത്ത മേഖല ഉറുപ്പിയൊന്നുണ്ട്. തുടർന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, അത് മാതാപിതാക്കൾക്കാണ് ഇപ്പോൾ ഒരു ഉറുപ്പി കൊടുത്തത്. ഓൽക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള സമയത്ത് ഒരു ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്, അത് വേറെ വിഷയം. ഉമ്മാന്റെ സന്തോഷത്തിന് വേണ്ടി ഉമ്മാനെ കണ്ട വർത്താനൊക്കെ ചോദിച്ചാൽ ഒരു ഉറുപ്പിയാണ് കൊടുത്തു ഉമ്മാക്ക്. ഉമ്മാക്കൾ സന്തോഷത്തിന് വേണ്ടി 900 അതിന് കൂലി ചെയ്തു. കുടുംബത്തിൽ പറ്റിയ ഒരാൾക്കാണ് കൊടുത്തത് 900 കൂലി. മാതാപിതാക്കൾക്കാണ് അത് കൊടുത്തതെങ്കിൽ 1,00,000 എന്നാണ് അതിന്റെ കൂലി ചെയ്യുന്നത്, ആ ഒരു ഉറുപ്പിക്ക്. ഇൽമി മേഖലക്കാണ് ആ ഒരു ഉറുപ്പ് ചെലവഴിച്ചത് എങ്കിൽ 9 ലക്ഷം എന്നാണ് അതിന്റെ പുണ്യം എഴുതുന്നത് എന്ന് അല്ലാമ സുയൂത്തി തങ്ങൾ അദ്ദേഹത്തിന് ഹുമാസി എന്ന കിതാബിൽ രേഖപ്പെട്ടു. കാരണം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിയുന്നത്. അപ്പൊ അതിന് പണിയെടുത്തു എന്ന നിലക്ക് 9 ലക്ഷം ഒരു ഉറുപ്പിന്റെ കൂലി ചെയ്യുന്നത്. അപ്പൊ ഇൽമി മേഖല അങ്ങനെ, കാരണം ഇൽമുണ്ടെങ്കിൽ ഇവിടെ ജീവൻ, ഇസ്ലാമിന് ജീവൻ ഉണ്ടാവും. പല നാടുകളിലും ബഹുമാനപ്പെട്ട ദീനി പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് കരയിനും വിഷമിക്കുന്നതൊക്കെ നാട്ടുകാരുണ്ട്. അങ്ങനത്തെ മദ്രസ ഇങ്ങനെ ഏർപ്പാട് ഞങ്ങളോടുണ്ട്, നമ്മൾ കുട്ടിയൊക്കെ ഒരു ചുക്കും തിരിയില്ല, തവണ ഞങ്ങൾ കാട്ടണം എന്ന് ചോദിക്കുന്ന ആസാമുകാരും കൽക്കത്തക്കാരൊക്കെ ഉണ്ട്, അന്വേഷിച്ചൊക്കെയുണ്ട്. താലൂത് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് കുറെ ഏർപ്പാടൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ദീനില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നൊരു കാര്യമില്ല. ദീനോടുകൂടെ ഇവിടെ ജീവിച്ച് മരിക്കാനാണ് ഈ ലോകം തന്നെ സൃഷ്ടിച്ചത്. അപ്പം ഉലമാവിനെ വാർത്തെടുക്കൽ, സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽപ്പെട്ട 2 വിഭാഗം, ഇതാ സലഹ, ഓല് നന്നായാൽ സലഹന്നാസു കുല്ലുഹും, ആളുകളൊക്കെ നന്നായി. അവര് കേടുവന്നാൽ ആളുകൾ മുഴുവൻ കേടുവന്നു. അൽ ഉലമാ വൽ ഉമറ, അത് ഉലമാക്കളും ഉമറാക്കളുമാണ് ആ 2 വിഭാഗം. ഓല് നന്നായാൽ ജനങ്ങൾ ആകമാനം നന്നായി, ആ നാട് തന്നെ നന്നായി. പ്രധാനികളൊക്കെ പാടെ കൂടി ഒരു സംഗതി ചെയ്താൽ അത് ധിക്കരിക്കാൻ മറ്റുള്ളത് കഴിയൂല. അപ്പൊ സ്വയം അവരില്ലാതെ നന്നായി തീരും. അത്ര വലിയതായതുകൊണ്ടാണ് ഇതിന് ഒരു ഉറുപ്പ്യ കൊടുത്താൽ 9 ലക്ഷം എന്ന് കൂലി എഴുതുന്നത്. അപ്പൊ ഈ ഇൽമി വിഷയത്തിന് സ്ഥാപനത്തിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. അതിനുവേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണം. നമ്മളെ മുൻകാല ആളുകൾ പള്ളി ദർസ് കൂടെ വലിയ വലിയ ആലിമീങ്ങൾ വാർത്തെടുത്തിട്ടുണ്ട്. ഇന്ന് പള്ളി ദർസും മറ്റും മറിച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയി, അത് പരിഷ്കാരമില്ലാത്ത രീതിയിൽ ആയി തീർന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ കുറെ ആൾ വന്നുണ്ട്, നമുക്ക് ഒരു മൂല്യരും ഒരു 10 കുട്ടികളും കിട്ടൂസാതെ എന്ന് ചോദിച്ചു. നമ്മൾ കേൾക്കില്ല, അതൊന്നും കേൾക്കാൻ കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം സാധിക്കൂല. അങ്ങനത്തെ കാലഘട്ടമായപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള പഠനത്തിന് കുറച്ച് സൗകര്യം വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതുമാണത്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തി നല്ലൊരു സ്ഥാപനം നിങ്ങൾ ഇവിടെ
പടുത്തുയർത്തണം. അതിന്റെ തുടക്കമാണ് ഈ കുറിച്ചത്. അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഖിറം ദുനിയാവൊക്കെ രക്ഷപ്പെടും. അപ്പം വലിയൊരു മഹത്തായ നിഅമത്താണ് ഇന്ന് നിങ്ങളുടെ മുന്നിലൂടെ വന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. കമ്മിറ്റി മാത്രം ശ്രദ്ധിച്ചു, കമ്മിറ്റിനെ സഹായിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഇതിന് പിന്തുണച്ചിട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ വളരെ പ്രയാസമില്ലാതെ ഈ വലിയ സ്ഥാപനം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളെ പിന്തുണ ഇല്ലാതെ എന്ന് മറ്റൊരു കുഴങ്ങും ചെയ്യും, അതൊന്നും പൂർത്തിയാക്കാൻ കഴിയും. അപ്പൊ നിങ്ങളെല്ലാവരും അത് നിങ്ങളെ സ്ഥാപനമാണ് എന്ന് നിലയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും കുറഞ്ഞ സഹായം ചെയ്താൽ മതി. എന്നാൽ വലിയൊരു സഹായമായി മാറും ചെയ്യും. ഇവിടുന്ന് ഇറങ്ങപ്പെടുന്ന ഉലമാഇന്റെ ആ പ്രവർത്തനത്തിന്റെ വലിയൊരു പങ്ക് അതിന് ഉപകാരി നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനത്തെ ഒരു ഏർപ്പാടാണ് ഇവിടെ ഈ എൽമി മേഖല തുടങ്ങി വെച്ചത്. സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ കീഴിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. അപ്പൊ പല തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ സമൂഹം 73 സംഘാവും. എന്റെ സമൂഹം മുൻകഴിഞ്ഞ സമൂഹം 72 73 സംഘം. ഉല്ലുഹും പിന്ന ആ സംഘം മുഴുവൻ നരകത്തിലാണ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു സമൂഹം, ഒരു പാർട്ടി ഒഴികെ. ആ ഒരു പാർട്ടിന്റെ പണിയാണ് ബഹുമാനപ്പെട്ട സാധാരണ മുസ്ലിമീങ്ങൾക്കുള്ള ഈമാനും അമലും സംരക്ഷിക്കാൻ. അതാണ് ഇവിടെ മഹാന്മാരെ മുമ്പുണ്ടാക്കിയ സമസ്തകളെ ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന. ഞാൻ നേരത്തെ ഒരു ഹദീസ് ഓദിച്ച്, ആഫത്തുദ്ദീന് സലാത്ത, ദീൻ അപകടം 3 നിലക്ക് വരും. ഒന്ന് ഫഖീഹും ഫാജിർ, അല്ല ആലിം തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ, പക്ഷെ ഒരു സമ്മാടിയാണ്, അവനെ കൊണ്ട് ദീനുള്ള കേട് നമുക്കില്ല. മറ്റേ രണ്ടാമത്തെ ഹാക്കിമുൻ ജായിർ, അക്രമിയായ ഭരണാധികാരി. വലിയ ഭരണക്കാരനാണ്, പക്ഷെ ആളക്രമിയാണ്. തുർക്കി മറ്റും മറിച്ചൊക്കെ പരാജയപ്പെട്ടതിന് കാരണം തന്നെ അവിടെ വന്ന ഒരു രാജാവിന്റെ ഫിസാദാണതെന്ന് നെഹ്റു തന്നെയാളെ ചരിത്രത്തിൽ എഴുതിയുണ്ട്. ആ നാളൊക്കെ അൽഫുൽക്കായതിന്റെ ഈ പണിയുണ്ടാണ്. വന്ന ആള് തന്നെ ബാങ്കൊക്കെ ലത്തീൻ ഭാഷയിലാക്കി, അറബി ഭാഷ ഒഴിവാക്കി. സ്ത്രീകൾക്ക് മറ്റുള്ള മറയും നോക്കനിയും വരെ കുപ്പായൊക്കെ വലിച്ചിരുന്നാ പുറപ്പെട്ടു. ഇങ്ങനെ പല ജാതി തോന്നിയതെന്നപ്പം തുർക്കി തന്നെ അപകടത്തിൽ പറ്റപ്പെട്ടു എന്ന്. അങ്ങനെ അക്രമികളായിരിക്കുന്ന രാജാക്കന്മാർ അത് ദീനുവിൽ കാണാം. ഓ മുജിത്തഹിദും ജാഹിൽ, ജാഹിലായ മുജിത്തഹിദ് ദീനുവിൽ കാണാം. അപ്പോൾ 921 ശേഷം ഇവിടെ കുറെ ജാഹിലീങ്ങളായ മുജിത്തഹിദ് വന്ന്, ആലിമായ മുജിത്തഹിദ് തറാവി ഇരുവാന്ന് പറഞ്ഞു. ഈ ജാഹിലായ മുജിത്തഹിദ് വന്ന് തറാവി 8. അങ്ങനെ സംഘടന പാർട്ടിയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചപ്പം മഹാന്മാരായ അന്നത്തെ നേതാക്കന്മാര് ആലോചിച്ചിട്ട് ഈ വിഷയങ്ങൾ നമ്മൾ പറ്റൂല, ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ ഈമാനും നമ്മളെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്, അതിനു വേണ്ട സമസ്തകളെ മുന്നേറ്റത്തിൽ നമ്മൾ രൂപീകരിച്ചു. അതൊന്നും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച് നടക്കുന്നുണ്ട്. വേറെ പേരിൽ പല ജാതിയുണ്ട്, അതിന്റെ വിഷയങ്ങൾ കുടുങ്ങിപ്പോകരുത്. സമസ്തകളെ മുന്നേറ്റത്തിൽ ഉലമയാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ഈമാനും അമലും സംരക്ഷിക്കാൻ മുൻഗാമികൾ ഒരുക്കി വെച്ചത്. അതിന്റെ പിന്നാലെ കൂടി അതിന്റെ പരിപാടിക്കൊക്കെ നിങ്ങൾ സഹായിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കി തീർക്കുന്ന ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് അകമഴി നിങ്ങൾ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. ഈ പല ആൾ സംസാരിക്കാറുണ്ട്, സമയം വഴുകിയാൽ ഇവിടെ ബുദ്ധിമുട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ തുടങ്ങി വെച്ച ഈ സ്ഥാപനം ഉയർച്ചയിലായി അല്ലാഹു തആല ആക്കി തീർക്കട്ടെ. ധാരാളം ആലിമീങ്ങളെ ഇവിടെ ഇതിൽ നിന്ന് അല്ലാഹു തആല ഉണ്ടാക്കി നൽകട്ടെ. അതിനൊക്കെ കാര്യമായ സഹായം ചെയ്യാനുള്ള കഴിവും കേൾപ്പും എല്ലാം നിങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ സ്ഥാപനം സംരക്ഷിക്കണം. അത് നിങ്ങളെ വിജയത്തിന്റെ അടിത്തറയാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്